ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കടലക്കറിയാണ്, പക്ഷേ അതിൻ്റെ കൂട്ടൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം വേണ്ടത് വെള്ള എള്ളാണ്. വെള്ള എള്ള് ഒരു തവി എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പ് അഥവാ സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ നമുക്ക് വേണ്ടത് കറുവപ്പട്ടയുടെ 1-2 ചെറിയ കഷ്ണം, ഗ്രാമ്പു ഒരു 3-4 എണ്ണം, അതേപോലെ ഏലക്കയും വേണേ. ഏലക്ക ഒരു 5-6 ഏലക്ക. ഇത്രയുമാണ് ആദ്യം വേണ്ടത്. ഇത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ അതിനകത്ത് വെള്ളം ചേർത്ത് അരക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് തക്കാളി, ഒരു 2 അല്ലെങ്കിൽ 3 തക്കാളിയുടെ വലിപ്പത്തിനനുസരിച്ച്. സവോള ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഇവിടെ. പിന്നെ നമ്മൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി ചൂടാവുമ്പോൾ എണ്ണയൊഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം സവോള അതിലേക്ക് ഇടാം. സവോള നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, കറിവേപ്പില ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ്, അതായത് എള്ളും ഒക്കെ കൂടെ ചേർത്ത് നമ്മൾ അരച്ച് വെച്ചില്ലേ, അതാണ് ചേർക്കുന്നത്. അതിലേക്ക് മുളക് പൊടിയുടെ എരിവ് അനുസരിച്ച് ചേർക്കണേ. നമ്മളിപ്പോൾ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരിയാണ്. മല്ലിപ്പൊടി 1-2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ വേണേ. ഇത്രയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം യോജിപ്പിച്ച് ഇളക്കിയെടുക്കുക. നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം മാറണം. അപ്പോൾ നമുക്കൊന്നും കൂടി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് തക്കാളി മാത്രമായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ, അതും കൂടി അതിലേക്ക് ചേർക്കുകയാണ്. കുറച്ച് വെള്ളം, ആ തക്കാളി അരച്ചതിൻ്റെ അരപ്പ് കറക്റ്റായിട്ട് മിക്സി അതൊന്ന് ജസ്റ്റ് കഴുകിയിട്ട് അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ വേവിച്ചു വെച്ച കടല, ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മൂടി വയ്ക്കാം. ഉപ്പും കൂടി ഇടുന്നുണ്ടേ. ഈ സമയത്താണ് നമ്മൾ ഉപ്പിടുന്നത്. കടല വേവിക്കുന്ന സമയത്തോ സവോള വഴറ്റുന്ന സമയത്തോ ഒന്നും നമ്മൾ ഉപ്പിട്ടിട്ടില്ല. ലാസ്റ്റ് മാത്രമാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അത് കുറുകി വരും. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകുന്ന സമയത്ത് നമ്മുടെ ഗരം മസാലപ്പൊടി ചേർക്കുകയാണ്. നമ്മൾ ഹോം മെയ്ഡ് ഗരം മസാലപ്പൊടിയാണ്, നക്ഷത്രയുടെ. ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും അതിനകത്ത് ചേരുന്നുണ്ട്. എല്ലാ ഫസ്റ്റ് ക്വാളിറ്റി സ്പൈസസും ചേർന്നിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. കുറച്ച് മാത്രം ചേർത്താൽ മതി. ലാസ്റ്റ് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് ഇനി അപ്പത്തിൻ്റെ കൂടെയാണ് നമ്മളിത് കഴിക്കുന്നത്. ചൂടോടുകൂടെ കഴിക്കാം. ആ മല്ലിയിലയുടെ ഫ്ലേവർ അതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 2 മിനിറ്റ് നമ്മൾ മൂടി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെ ഈ കറി കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. താങ്ക്